ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് ലോക്ക്ഡൗൺ ഒന്ന് തീർന്നു കിട്ടാൻ, സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒന്ന് മാറിക്കിട്ടാൻ, ഈ കൊറോണ വൈറസ് ശല്യത്തിന് ഒരു അറുതി വന്നു കാണാൻ. കാരണം നമ്മൾ പദ്ധതിയിട്ടിരിക്കുന്ന ഒരുപാട് സുന്ദര സ്വപ്നങ്ങൾ നടപടിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടണം. എന്നിട്ട് വീണ്ടും അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് ജീവിക്കണം. പിന്നെ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ കഴിയാതെ പോയതെല്ലാം സാധിച്ചെടുക്കണം. ഈ സമയങ്ങളിൽ നഷ്ടമായതെല്ലാം തിരികെ പിടിക്കണം, വീണ്ടും നേടണം, വെട്ടിപ്പിടിക്കണം. ഇത് ഒരു ശരാശരി മനുഷ്യന്റെ കാത്തിരിപ്പാണ്. എന്നാൽ ക്രിസ്ത്യാനി എന്നു പേരുള്ള, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന നമ്മളുടെയൊക്കെ കാത്തിരിപ്പ് എന്തിനായിട്ടാണ്? വിശ്വാസത്താൽ യേശുവിനോട് ചേർന്ന്, വിശ്വാസത്താൽ യേശുവിനായി ജീവിച്ച്, ഒടുവിൽ യേശുവിന്റെ രണ്ടാം വരവിൽ തന്നോടുകൂടെ പോകുക എന്നീ ജീവിത പ്രക്രിയയിൽ ഒരു ക്രിസ്തീയ ദൈവഭക്തനെ മുന്നോട്ട് നയിക്കേണ്ടത് ക്രിസ്തുവേശുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയാണ്, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഒരു യഥാർത്ഥ ക്രിസ്തുഭക്തന്റെ ദിനേനയുള്ള കാത്തിരിപ്പ് തന്നെ ചേർക്കാൻ മധ്യാകാശത്തിൽ വീണ്ടും വരുമെന്ന ഉറപ്പായ വാക്ക് തന്ന യേശുവിനായിട്ട് തന്നെയാണ്. എന്നാൽ ഭക്തിയുടെ വേഷം കെട്ടി അതിന്റെ ശക്തിയെ ത്യജിച്ചു കളയുന്ന ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിന്റെ കാത്തിരിപ്പ് എന്തിനു വേണ്ടി? ദൈവരാജ്യത്തിന്റെ മാഹാത്മ്യം മറന്നുകളഞ്ഞ് ഈ ലോകത്തിൽ തന്റെ രാജ്യം സ്ഥാപിക്കാനോ? അതോ അധികാരഭ്രമത്താൽ സ്വർഗീയ കാഴ്ചപ്പാട് മങ്ങി ക്രിസ്തീയ മൂല്യങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്റെ കസാര ഉറപ്പിക്കാനോ? അതുമല്ല, അനിശ്ചിതത്വം നിറഞ്ഞ ഈ ലോകത്തിൽ, ഇളകിയാടുന്ന ഈ മണ്ണിൽ നിക്ഷേപം സ്വരുക്കൂട്ടി തിന്നും സുഖിച്ചും ആഹ്ലാദിച്ചും ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകാനോ? നാളെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകൾ നല്ലത് തന്നെ. കോവിഡ് അല്ലെങ്കിൽ കൊറോണ വ്യാധി മാറുക തന്നെ വേണം. ലോക്ക്ഡൌണും നിരോധനാജ്ഞയും സാമൂഹ്യ അകലം പാലിക്കലും ഒക്കെ എത്രയും വേഗം തീരണം. അതിനായി നമുക്ക് പ്രത്യാശിക്കാം, അതിനായി കാത്തിരിക്കാം. എന്നാൽ ഈ കാത്തിരിപ്പിന്റെ ഇടയിൽ യേശു കർത്താവ് തന്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ വന്നാലോ? ആ വരവിൽ നാം കൈവിടപ്പെട്ടു പോയാലോ? ഈ ലോക്ക്ഡൗൺ സ്നേഹസമ്പന്നനായ ദൈവത്താൽ തന്നെ അനുവദിക്കപ്പെട്ടതാകാൻ സാധ്യതയുണ്ട്. കാരണം ദൈവത്തെ മറന്ന്, ദൈവവചനം മറന്ന് എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ നെട്ടോട്ട് മൂടിയിരുന്ന ജനത്തെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുവാൻ, തന്റെ വരവിന് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ ദൈവത്തിന് കൃപ തോന്നിയതാകാം. അതിവേഗതയിൽ ഓടിക്കൊണ്ടിരുന്ന മനുഷ്യരാശിയെ മുഴുവനും അപ്രതീക്ഷിതമായി നിശ്ചലമാക്കിയ ദൈവോദ്ദേശത്തെ തിരിച്ചറിയാൻ നമുക്ക് തയ്യാറാകാം. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, എഫേസ്യർ 5:16-17 വാക്യങ്ങൾ: ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ.